ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഒരു പൈനാപ്പിൾ തീം വെച്ചിട്ടുള്ളൊരു വ്ളോഗ്. റീസെൻ്റ്ലി ഞാൻ ഇതേപോലത്തെ ഒരു വ്ളോഗ് കണ്ടിരുന്നു. ഒരു സ്ട്രോബെറി തീമിലുള്ള ഒരു വ്ളോഗായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു പൈനാപ്പിളിൻ്റെ പിക്കുള്ള ഗൗൺ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പൈനാപ്പിൾ തീം ഞാൻ സെലക്ട് ചെയ്തത്. ജസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞ ദിവസത്തേതാണ് കേട്ടോ. ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അന്ന് തന്നെ കേട്ടോ ഈ പൈനാപ്പിൾ ഞാൻ വാങ്ങിയത്. എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യണതൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത്. ഞാൻ ഈ സംഭവം ചെയ്താൽ എത്രത്തോളം സെറ്റാവുമെന്നൊക്കെ അറിയില്ല, പക്ഷെ എന്നാലും ചെയ്ത് നോക്കാം. എന്തൊരു പണിയാണല്ലേ ഇതിൻ്റെ തോല് ചെത്താൻ. ഇതിന് വേണ്ടിയിട്ടുള്ള പീലറൊന്നും ആരും കണ്ടെത്തിയിട്ടില്ലാവോ. കുറച്ച് പണിയെടുത്താലും വേണ്ടില്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുത്ത് സെറ്റാക്കണം എന്നാട്ടോ എൻ്റെ മനസ്സിൽ. കാരണം ഇതിൻ്റെ ഐഡിയ ആയി പോയില്ലേ. ഞാൻ ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റ് എടുത്ത് അതിൽ വൃത്തിയിൽ വെക്കാമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ചിട്ട് എനിക്കൊരു മെന കിട്ടാത്ത പോലെ. അതുകൊണ്ട് ഞാൻ ഈ കട്ടിംഗ് ബോർഡുമ്പോൾ തന്നെ അതൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. പൈനാപ്പിളിൻ്റെ യെല്ലോക്ക് ഈ ബ്രൗൺ കളർ നല്ല മാച്ചുള്ള പോലെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ സെറ്റല്ലേ. ഞാൻ കണ്ട വീഡിയോയിൽ ഫുഡ് കഴിക്കണ വീഡിയോ പോലെ അതിൽ ആഡാക്കിയിട്ടുണ്ട്. എനിക്കെന്തോ ക്യാമറൻ്റെ മുന്നിലിരുന്ന് ഫുഡ് കഴിക്കാൻ എന്തോ ഒരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഞാനിതിൽ ഏതായാലും ഇരിക്കട്ടെ എന്ന് കരുതി കണ്ട് ആഡാക്കുകയാണ് കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ ഞാൻ തിന്നുകാണ്ട് ബാക്കി ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ ഞാനൊരു ജേണൽ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കണത്. ഒരു യെല്ലോ പൈനാപ്പിൾ തീമിൽ ഒരു ജേണലാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ടുള്ള പിക്സൊക്കെ ഞാൻ ഇന്നലെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നതാട്ടോ ഇതൊക്കെ. ഇതിലുള്ള ഫുള്ള് പൈനാപ്പിൾസ് ഒന്നും ഞാൻ കട്ടാക്കണില്ല. എനിക്ക് കുറച്ച് ആവശ്യമുള്ള 2-3 പിക്ക് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ ആഡാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ അല്ലാത്ത വേറെയും കുറേ സംഭവങ്ങൾ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ പ്രിൻ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോക്കിന് അത് മിസ്സായിപ്പോയി. അങ്ങനെ ആ പിക്കൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടിക്കാനുള്ള പിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി. പെട്ടെന്ന് കൊണ്ടുപോയി ഒട്ടിച്ചാൽ പാളി പോകുമെന്നൊരു തോന്നൽ. പിന്നെ ഞാൻ കുറച്ച് A4 ഷീറ്റിൽ കുറച്ച് കോഡ്സൊക്കെ എഴുതി വെക്കാമെന്ന് കരുതി. കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു പൈനാപ്പിളിൻ്റെ പിക്സും പിന്നെ ഈ ഒരു സംഭവം അല്ലാതെ വേറൊരു സാധനം ഒട്ടിക്കാനില്ലായിരുന്നു. ഞാൻ കൂടുതലും ജേണലൊന്നും ചെയ്യലില്ലല്ലോ. ഒരു 2-3 ജേണലായിട്ടേ ഞാൻ ഇപ്പോൾ അടുത്തൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അതും ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ഞാൻ ഈ സംഭവം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും ഒരു മെന കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് ഇതേപോലെ തീമുള്ള വ്ളോഗ്സ് ഇനിയും ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഏത് തീമുള്ള വീഡിയോസാണ് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഏകദേശം കുറേയൊക്കെ ഒട്ടിച്ച് തുടങ്ങിയാണ്. ഇനി എനിക്ക് കുറേ പിക്കാളും കൂടിയാണ് ഒട്ടിക്കാനുള്ളത് കേട്ടോ. ഇങ്ങനെ ഒട്ടിക്കുന്നതും എഴുതുന്നതൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നും പറയാനും വല്ലാതെ ഒന്നുമില്ല. പക്ഷേ ഒരു മ്യൂസിക് എന്തെങ്കിലും ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമെന്നൊരു പേടിയുണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സംസാരിച്ച് പോകാൻ തന്നെ കരുതിയിട്ടാട്ടാ ഇങ്ങനെ വോയിസ് ഓവർ തന്നെ ഫുള്ള് ചെയ്യണത്. ഈ സംഭവം കണ്ട ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടാ. മാസ്കിൻ ടൈപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാട്ടാ ഇങ്ങനെ. അങ്ങനെ ഇതാണ് കേട്ടോ ഈ ജേണലിൻ്റെ ലാസ്റ്റ് ലുക്ക്. വല്ലാതെ കുറേ സംഭവങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല. എനിക്കൊരു സിമ്പിൾ ലുക്ക് മതി എന്നൊക്കെ തോന്നി. പിന്നെ ഞാനിത് ഫസ്റ്റൊക്കെ ചെയ്തിരുന്ന ജേണലാണ് കേട്ടോ. 2 ജേണലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇത് ബെറ്റർ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയൊരു ബ്രഷ് പെന്നാണ്. ഞാനിത് വെച്ച് കണ്ട് ഇതുവരെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് പുതിയതായിട്ട് യൂസ് ചെയ്യണത് ഈ വീഡിയോയിൽ തന്നെ ആക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ കൂട്ടത്തിലൊരു സ്കെച്ച് ബുക്കും കൂടി വാങ്ങിയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ സ്കെച്ച് ബുക്കൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോംസിൻ്റെ ഒരു സ്കെച്ച് ബുക്കും കൂടെ ഞാൻ വാങ്ങി. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യണത് ഈ വീഡിയോയിൽ തന്നെയാണ് കേട്ടോ. ഇതിൽ ജസ്റ്റ് എന്തെങ്കിലും വരക്കാമെന്ന് കരുതിയാണ് തുടങ്ങിയത്. പക്ഷേ ഇതൊരു പൈനാപ്പിൾ തീം വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു പൈനാപ്പിൾ തന്നെ വരക്കാമെന്ന് കരുതി. പക്ഷേ ഡ്രോയിങ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ.
കാരണം വെറുതെ വീഡിയോസ് ഇങ്ങനെ വലിച്ചു നീട്ടണ്ടെന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടവർ ജേണലാണോ ഈ ഡ്രോയിങ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കമൻ്റ് ആക്കണേ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.